അപ്പം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ മഞ്ഞുരുകുന്ന ഒരു മഞ്ഞാണോ അത് ഉടനെ ഉരുകാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം. പാർട്ടി കുറേ അംഗീകാരം കൊടുത്തിട്ടുണ്ടല്ലോ, കിട്ടിയത് പോരാ എന്ന് പറയുമ്പോൾ കൊടുത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ അതും കൂടെ ചിന്തിക്കണ്ടേ. ഇലക്ഷനൊക്കെ എത്രയോ മുമ്പ് തന്നെ ഒരു പാർട്ടിയിൽ നിന്ന് പോയിരുന്നെങ്കിൽ ഞാൻ കുറ്റം പറയില്ല, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു പാർട്ടിയുടെ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ പാർട്ടി ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു മാറ്റം അതൊരു മോശപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിണറായി വിജയൻ എന്ന വ്യക്തിയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഞങ്ങളുടെ സ്വത്തും അപഹരിച്ചില്ല, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വത്തും അപഹരിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇലക്ഷനൊക്കെ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ ആശയങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നു. ആ ആശയങ്ങളുടെ ഒരു ഏറ്റുമുട്ടലാണല്ലോ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ. ഒരു ദിവസം വാർത്തയൊന്നും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ നോക്കും. ഒരു സ്ഥലത്ത് ഒരു യൂണിറ്റ് തുടങ്ങാൻ പോകുന്നു, ഉടനെ അതിനെപ്പറ്റിയിട്ട് ആക്ഷേപങ്ങളാണ്. ഇത് രാഷ്ട്രീയക്കാരല്ല ഇപ്പോൾ കൂടുതൽ, ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ ചാനലുകൾ തമ്മിലുള്ള മത്സരങ്ങൾ കാരണം. വ്യക്തിപരമായിട്ട് ആരെയും ഒന്നും പറയല്ലേ എന്ന് പറയാറുണ്ട്, കേൾക്കാറുണ്ടോ? അല്ല, എല്ലാവരും ഞങ്ങൾ പറയാനുള്ളത് പറയും, അച്ഛൻ അത് കേൾക്കും, ബാക്കി പ്രവൃത്തി അച്ഛൻ്റെ രീതിയിൽ തന്നെയായിരിക്കും. ഇപ്പം ഞാനൊരു വ്യക്തിയുടെ അടുത്ത് ഞാൻ ഇന്ന ആളുടെ മകനാണ്, ആ രീതിയിൽ ഞാൻ പെരുമാറിയ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർ അവസരം നോക്കിയിട്ട് നമുക്ക് തിരിച്ച് ഇതാക്കും. നമ്മൾ അവരുടെ അടുത്ത് അന്നും ഇന്നും ഒരേപോലെ പെരുമാറിയ അങ്ങനെയൊന്നും അവരെടുക്കില്ല. പക്ഷെ പലരും മക്കൾ വന്നു കഴിയുമ്പോൾ വലിയ വലിയ വിദേശ സ്കൂളുകളിലും ബോർഡിങ്ങുകളിലും ഒക്കെ നിർത്തി പഠിപ്പിക്കുന്ന ഒരുപാട് പേര് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സാർ ഒരിക്കലും അങ്ങനത്തെ അങ്ങനത്തെ ഒന്നും ചിന്തിച്ചിട്ടില്ല. കാരണം കുട്ടികളെ അടുത്ത് വേണമെന്നുള്ളൊരു നിർബന്ധം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഒരു സങ്കല്പമുണ്ട്, ഒരു മരണം നടന്നാൽ നേരാകുമ്പോഴേക്കും സംസ്കാരം നടത്തണം. ഇപ്പം അതിന് കഴിയാത്ത അവസ്ഥയുണ്ട്. കാരണം മക്കളൊക്കെ പുറത്താണ്, വിദേശത്താണ്. എനിക്ക് തോന്നുന്നത് കൂടുതൽ തൊഴിലവസരങ്ങളും കൂടുതൽ പഠന സൗകര്യങ്ങളും കേരളത്തിലുണ്ടായാൽ തീർച്ചയായിട്ടും അവരെയൊക്കെ കഴിയുന്ന ആളുകൾ കേരളത്തിൽ തന്നെ നിന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാകും. ഈ അവസ്ഥ സത്യം പറഞ്ഞാൽ ഒരു ദുരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിൽ. മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് സമയമായി. അതല്ലാതെ വെറും വയസ്സ് നോക്കിയിട്ട് കാര്യമില്ല. എന്ത് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ MLA വേണം, MP വേണം, അങ്ങനത്തെ ഒരു പിടിവാശിയുടെ ആവശ്യമില്ല. കാരണം ഒരാൾക്ക് എത്ര ഉദ്ഘാടനം ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഒരു 5 വർഷം കാലാവധി കഴിയുമ്പോൾ പത്രക്കാരും ജനവും ചോദിക്കുന്നത് 5 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്തു ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി? അതല്ലാതെ ഞാൻ ഇത്ര കല്യാണങ്ങൾക്ക് പങ്കെടുത്തു, ഇത്ര മരണങ്ങൾക്ക് പങ്കെടുത്തു അതല്ലല്ലോ നേട്ടം. അതെല്ലാ കാര്യം തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. ഇനി പാർലമെൻറ്റിൽ മത്സരിക്കണോ, അസംബ്ലിയിൽ മത്സരിക്കണോ, അത് മത്സരരംഗത്ത് മാറി നിൽക്കണോ, എല്ലാത്തിനും ഒരു മാനസികമായിട്ട് ഒരു തയ്യാറെടുത്തിട്ടുള്ള ഒരാളാണ്. അച്ഛൻ എല്ലാ സ്ഥാനങ്ങളിലും എത്തും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് തുടങ്ങിയ കാലത്തിന് ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് കിട്ടിയതിൽ ഞാൻ തൃപ്തി അടയുന്ന ഒരാളാണ്. മറ്റേത് കിട്ടിയില്ലല്ലോ, ഇന്ന സ്ഥാനം കിട്ടിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിരുന്നാൽ മനുഷ്യനെന്നും ഒരു എന്നും ഒരു ടെൻഷനും കാര്യങ്ങളും ആയിരിക്കും. അതിൻ്റെ ആവശ്യം എന്താ? ഇനി കിട്ടട്ടെ, അതല്ല അവസാനിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ, അതിലും സന്തോഷം. സാറിൻ്റെ വേറൊരു പ്രത്യേകത, ഇപ്പം ഇത്രയും നേരം ഇൻ്റർവ്യൂവിൽ ഇത്രയും നേരം എന്നോട് ഞാൻ സംസാരിച്ചതിൽ നിന്ന് ഭാഷ സാർ വളരെ ക്ലിയർ ആയിട്ട് അത് പറയുന്ന കാര്യങ്ങൾ ബഹുമാനത്തോടു കൂടിയാണ്, പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി എപ്പോഴും സംസാരിച്ചിട്ടുള്ള ഒരാളാണ് സാർ. അപ്പം അങ്ങനത്തെ ഒരു ക്വാളിറ്റി സാറിന് ഇപ്പോൾ പ്രതിപക്ഷത്തെന്നാണെങ്കിലും സാർ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അല്ല, നമ്മൾ പറയാം, അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ട് എല്ലാ ഫീൽഡിലും ഉണ്ടാവും. പൊളിറ്റിക്സിൽ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ വ്യക്തിപരമായിട്ട് പറയേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഇലക്ഷനൊക്കെ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ ആശയങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നു. അത് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വഴക്കല്ല, വ്യക്തിപരമായിട്ട് സ്വത്തുകാർക്കോ അല്ലെങ്കിൽ വസ്തുക്കാർക്കോ ഒന്നും അല്ലല്ലോ. ഞങ്ങൾ ഓരോരുത്തരും ഓരോ ആശയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ ആശയങ്ങളുടെ ഒരു ഏറ്റുമുട്ടലാണല്ലോ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ. അവിടെ നമ്മൾ പരസ്പരം ബഹുമാനിക്കാതിരിക്കുന്നതിന് നമ്മുടെ എതിർ സ്ഥാനാർത്ഥികൾ അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നു, ഞാൻ എൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നു. ആ ശൈലിയിൽ തമ്മിൽ ഏറ്റുമുട്ടലാണ് ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എലക്ഷൻ എന്ന് പറയുന്നത്. അവിടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. നമ്മൾ വ്യക്തിപരമായിട്ട് വിമർശിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ വ്യക്തിപരമായ പ്രശ്നം ഒരുപക്ഷെ സാറിൻ്റെ കുടുംബത്തിലേക്ക് പൊളിറ്റിക്സ് വന്നപ്പോഴാണ് അത് ഭയങ്കരമായിട്ട് ഇപ്പം പത്മജ ആയിട്ടുള്ള മാമുമായിട്ടുള്ള പൊളിറ്റിക്കൽ
നിങ്ങൾ തമ്മിൽ ഒരു ബോട്ടിൽ സഞ്ചരിക്കുന്നവരല്ല, ഇതിൽ വരുന്നതാണ്. അപ്പം ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഒബ്സർവ് ചെയ്യുന്ന ഒരു ഇതാണ്. പേഴ്സണൽ പിണക്കങ്ങൾ ഇല്ലെങ്കിലും പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു രീതിയിലാണ് പോകുന്നത്. അപ്പം എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ മഞ്ഞുരുകുന്ന ഒരു മഞ്ഞാണോ അത് ഉടനെ ഉരുകാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അവർക്ക് അവരുടേതായിട്ടുള്ള രീതി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു എലക്ഷൻ വരുന്നു. ഒരു എലക്ഷൻ വന്ന് പാർട്ടി ഒരു പോർമുഖത്ത് നിൽക്കുമ്പോൾ പാർട്ടി വിട്ടതിനാണ് എനിക്ക് വിയോജിപ്പുള്ളത്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അതിനു മുമ്പ് വേണമെങ്കിൽ പോകാമായിരുന്നു, അതിനു മുമ്പ് സ്വന്തം തീരുമാനം എടുത്ത് പോകാമായിരുന്നു. പക്ഷേ പാർട്ടി ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിയിൽ പ്രവർത്തിച്ച് പാർട്ടി കുറേ അംഗീകാരം കൊടുത്തിട്ടുണ്ടല്ലോ. കിട്ടിയത് പോരാ എന്ന് പറയുമ്പോൾ കൊടുത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ അതും കൂടെ ചിന്തിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയോട് ഒരു പാർട്ടിയെ സമരരംഗത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് നടത്തുന്നൊരു പിന്മാറ്റം, അത് ഒരു ശരിയായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനെയാണ് ഞാൻ വിമർശിച്ചത്. നേരെ മറിച്ച് ഇലക്ഷനൊക്കെ എത്രയോ മുമ്പ് തന്നെ ഒരു പാർട്ടിയിൽ നിന്ന് പോയിരുന്നെങ്കിൽ ഞാൻ കുറ്റം പറയില്ല, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു പാർട്ടിയുടെ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ പാർട്ടി ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു മാറ്റം അതൊരു മോശപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ സാധാരണ രാഷ്ട്രീയത്തിൽ അകൽച്ചയൊന്നും വീട്ടിൽ അകൽച്ച ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ, ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ് ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിന്നപ്പോൾ പാർട്ടിയെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളതിനോടാണ് എനിക്ക് അന്നും ഇന്നും യോജിപ്പില്ലാത്തത്. അച്ഛൻ്റെ പിൻഗാമിയായിട്ട് കണ്ടിരുന്നത് സാറിനെ അല്ല, മറ്റൊരാളെയാണ് അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ സാറ് നോക്കുമ്പോൾ പൊളിറ്റിക്സിൽ സാറ് വർക്ക് ചെയ്യുന്നുണ്ട്, സാറിൻ്റെ രീതികളുണ്ട്, ശൈലികളുണ്ട്, അത് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു ശൈലിയാണ്. അച്ഛനുമായിട്ട് നോക്കിക്കഴിയുമ്പോൾ ഒരു പിൻഗാമി എന്ന നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര ശതമാനം ഇപ്പോൾ കംപ്ലീറ്റ് ആയി എന്ന് സാറിന് തോന്നാറ്? അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ശൈലിയിൽ നീങ്ങുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ ഉള്ള അനുഭവമല്ല ഇപ്പോഴുണ്ടാവുക. തലമുറകൾ മാറുകയാണ്, അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ എത്തിയ എല്ലാ സാധനങ്ങളിലും എത്തും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് തുടങ്ങിയ കാലത്തേക്ക് ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് കിട്ടിയതിൽ ഞാൻ തൃപ്തി അടയുന്ന ഒരാളാണ്. അപ്പോൾ 4 തവണ പാർലമെൻറ്റ് അംഗമായി, 2 തവണ നിയമസഭാ അംഗമായി. അപ്പോൾ അതിലൊക്കെ ഞാൻ തൃപ്തി അടയുന്ന ഒരാളാണ്. അല്ലാതെ മറ്റേത് കിട്ടിയില്ലല്ലോ, ഇന്ന സാധനം കിട്ടിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിരുന്നാൽ മനുഷ്യനെന്നും ഒരു എന്താ പറയേണ്ടത്, എന്നും ഒരു ടെൻഷനും കാര്യങ്ങളും ആയിരിക്കും. അതിൻ്റെ ആവശ്യം എന്താ? ഇതൊക്കെ പോരെ ധാരാളം. ഇനി കിട്ടട്ടെ, അതല്ല അവസാനിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ, അതിലും സന്തോഷം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചുറ്റുമുള്ള നേതാക്കന്മാരെയും നോക്കും. അപ്പം ഞാൻ നേരത്തെ പ്രതിപക്ഷ ബഹുമാനത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ പോലും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാരുണ്ട്. അപ്പം ലീഡർ എന്ന് പറയുന്നത് ശ്രീ കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു സർവകലാശാലയാണ്. പൊളിറ്റിക്സിൽ വരുന്ന എല്ലാവർക്കും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിൽ കൂടിയും മറ്റുള്ളവരെ നോക്കുമ്പോൾ സാർ ഇൻഫ്ലുവൻസ്ഡ് ആകാം. അങ്ങനെ പ്രതിപക്ഷത്തോട്ട് നോക്കിക്കഴിഞ്ഞിട്ട് സാറിന് വളരെ ബഹുമാനം തോന്നിയിട്ടില്ല, ഈ ക്വാളിറ്റീസ് എനിക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ? അല്ല, അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്നതിലും നല്ല ക്വാളിറ്റിയുള്ളവരുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കണമല്ലോ. കാരണം രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോൾ പോലും വ്യക്തിപരമായിട്ടുള്ള ബന്ധം പുലർത്തുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് പൊളിറ്റിക്സിൽ. അത് നമ്മൾ എന്താ പറയേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, അത് ആശയങ്ങളുടെ പേരിലാണ് തർക്കം എന്ന് പറയുന്നത്, അല്ലാതെ വ്യക്തിപരമായിട്ട് തർക്കങ്ങളില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് ഞാൻ നല്ല ബന്ധത്തിന് ശ്രമിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കാർ സ്പീഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. കാറിനോടുള്ള ക്രേസും സാറിൻ്റെ സ്പീഡും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പലപ്പോഴും സ്പീഡ് കുറയ്ക്കാനും മാറ്റം വരുത്തണമെന്നൊക്കെ. അല്ലാതെ അദ്ദേഹത്തോട് പേഴ്സണൽ ലൈഫിൽ ഈ ഒരു കാര്യം കൂടി മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? വ്യക്തിപരമായിട്ട് ആരെയും ഒന്നും പറയല്ലേ എന്ന് പറയാറുണ്ട്. കേൾക്കാറുണ്ടോ? ഇല്ല. ഓക്കെ, കേൾക്കാറുണ്ടോ? അല്ല, എല്ലാവരും ഞങ്ങൾ പറയാനുള്ളത് പറയും, അച്ഛൻ അത് കേൾക്കും, ബാക്കി പ്രവൃത്തി അച്ഛൻ്റെ രീതിയിൽ തന്നെയായിരിക്കും. നിങ്ങൾ പറയാറുണ്ടോ? പിന്നെ അതിനെ പറയും. ഞാൻ അച്ഛനൊരു ഫ്രണ്ട്ലി ഇതാണ്, ഞാൻ ഫ്രണ്ട്ലി ഇതായിട്ട് തന്നെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, കല്യാണത്തിന് മുന്നേ നമ്മൾ കെ മുരളീധരൻ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന എല്ലാവരും, നമ്മളെല്ലാവരും പൊളിറ്റിക്സ് ഫോളോ ചെയ്യേണ്ടവരാണ്, അറിയേണ്ടവരാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്താ ചിന്തിച്ചേ കല്യാണത്തിന് മുന്നേ? അച്ഛൻ ഓൾവേസ് ഒരു പ്ലസൻറ്റ് മൈൻഡ്, സോ ഹീ സ്മൈലിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ചിരിക്കുന്ന ആൾക്കാർ.
അപ്പോൾ ഞാൻ സീരിയസ് ആണെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനൊന്ന് പതുക്കെ എനിക്ക് ആ പൊളിറ്റിക്സ് എന്നുള്ള ഒരു വിഭാഗമില്ല അതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഇത് അതെനിക്ക് സീരിയസ് ബട്ട് വെൻ അച്ഛന് എന്താ ആസച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഇറ്റ്സ് വെരി സ്മൈലിങ് വെരി പ്ലസന്റ്. പക്ഷെ ആദ്യം ഒരു പേടിയില്ലായിരുന്നു ആദ്യത്തെ കാഴ്ചയിലും? കുറച്ച് ഇനീഷ്യൽ പക്ഷെ എനിക്ക് ഇപ്പം കണ്ണേട്ടനോട് ഇപ്പം നമുക്കൊരു ഇത് കിട്ടുമല്ലോ, സമയം കിട്ടുമല്ലോ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. എങ്ങനെയത് പറയണേ, നമ്മളല്ലേ ഫ്രണ്ട്ലി ടോക്കാണല്ലോ ഇവിടെ. അച്ഛൻ്റെ അടുത്താണേനും ഇപ്പം അച്ഛൻ പുറത്ത് പൊളിറ്റിക്സ് തന്നെയും വീട്ടിൽ അച്ഛൻ ശരിക്കും നല്ലൊരു ഫ്രണ്ട്ലി അച്ഛനാണ്. 2 ആൺപിള്ളേരാണല്ലോ, അപ്പൊ ആദ്യത്തെ മോള് കടന്നു വന്ന പോലെ അതൊരു നല്ല ഫീലിംഗ് അല്ലേ, ആദ്യത്തെ പെൺകുട്ടി വീട്ടിലേക്ക് വരിക എന്നുള്ളത്. ഇനി ഞാൻ അരുണിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, നമ്മൾ ഇങ്ങനെ അറിയപ്പെടുന്ന അച്ഛൻ, മുത്തച്ഛൻ, എന്തും ആയിക്കോട്ടെ, സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങൾ തൊട്ട് നമ്മൾ പൊളിറ്റിക്സിലെ നല്ല കാര്യങ്ങളുണ്ട്, വിവാദങ്ങളുണ്ട്, അവിടെ എവിടെയൊക്കെ വിരലിലെണ്ണാൻ പറ്റുന്ന പോലെയല്ല അത്ര അധികം ഉന്നമനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പ്രോജക്ട്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു മുത്തച്ഛനാണ്. അതിനുശേഷം അച്ഛനും വരുന്നുണ്ട്. അപ്പോൾ ഈ വളർന്നു വരുന്ന സമയങ്ങളിൽ വിവാദ കാലഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾ എന്ന നിലയിൽ നമ്മൾ അച്ഛനെ അച്ഛനായിട്ടാണല്ലോ, അച്ഛനായിട്ടുമാണല്ലോ നമ്മൾ കാണുക. ആ സമയത്ത് ചുറ്റും നിന്ന് കളിയാക്കലുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ആസ് എ കുട്ടി അതെങ്ങനെ എടുത്തേ? ഒരു കെ മുരളീധരൻ്റെ മകൻ എന്നുള്ള രീതിയിൽ അതെങ്ങനെയാണ് താങ്കൾ എടുത്തത്? അല്ല, സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ വിമർശനങ്ങളൊന്നും അങ്ങനെ ഇതായിട്ട് വന്നിട്ടില്ല. കാരണം ഇപ്പോൾ സുഹൃത്ത് വലയങ്ങളാണെങ്കിലും നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നോ അതേപോലെ ഇരിക്കുമല്ലോ തിരിച്ചതും. ഇപ്പം ഞാനൊരു വ്യക്തിയുടെ അടുത്ത് ഞാൻ ഇന്ന ആളുടെ മകനാണ്, ആ രീതിയിൽ ഞാൻ പെരുമാറിയ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർ അവസരം നോക്കിയിട്ട് നമുക്ക് തിരിച്ച് ഇതാക്കും. നമ്മൾ അവരുടെ അടുത്ത് അന്നും ഇന്നും ഒരേപോലെ പെരുമാറിയ അവർ അങ്ങനെയൊന്നും അവരെടുക്കില്ല. അവർ പറയും അങ്ങനെ ഒരു വാർത്ത കണ്ടു, കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളൊരു ടഫ് ഫേസിലൂടെയാണോ പോകുന്നത്, അവരെ ആശ്വസിപ്പിക്കാനേ നമ്മൾ നോക്കൂ. പകരം നമ്മൾ അവരോട് പെരുമാറുന്നത് അവർക്കൊരു മോശ സമയമുള്ളപ്പോൾ നമ്മൾ മോശമായ രീതിയിൽ പെരുമാറിയാൽ നമുക്കൊരു മോശ സമയം വരുമ്പോൾ തിരിച്ച് അവരും ഇതാക്കും. അപ്പോൾ നമ്മളുടെ ബന്ധങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് വലിയ രീതിയിൽ. പിന്നെ 2 കുട്ടികളും പഠിച്ചത് കേന്ദ്രീയ വിദ്യാലയത്തിലാണല്ലോ, അവിടെ കുറച്ചൊരു പ്രത്യേക ശൈലി ഉണ്ടല്ലോ, മുഴുവൻ ഒരു കേരള കൾച്ചറല്ലല്ലോ. അങ്ങനെയാണ് ഇവർ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ പഠിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് കേരളത്തിലേതായിട്ടുള്ളൊരു അന്തരീക്ഷം പൂർണ്ണമായിട്ട് കേന്ദ്രീയ വിദ്യാലയത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇവർക്ക് മനഃപൂർവ്വം എടുത്ത ഡിസിഷനാണോ? അല്ല, അത് MP എന്നുള്ള സാധനം കൊണ്ട് മക്കൾക്ക് കിട്ടിയ ഏക ഉപകാരമാണ്. കാരണം MP-മാരുടെ മക്കൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെ അവിടെ ചേർത്താം. പക്ഷെ പലരും മക്കൾ വന്നു കഴിയുമ്പോൾ വലിയ വലിയ വിദേശ സ്കൂളുകളിലും ബോർഡിങ്ങുകളിലും ഒക്കെ നിർത്തി പഠിപ്പിക്കുന്ന ഒരുപാട് പേര് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സാർ ഒരിക്കലും അങ്ങനത്തെ ഇല്ല, അങ്ങനത്തെ ഒന്നും ചിന്തിച്ചിട്ടില്ല. കാരണം കുട്ടികളെ അടുത്ത് വേണമെന്നുള്ളൊരു നിർബന്ധം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുട്ടികളെ അങ്ങനെ ബോർഡിങ്ങിലൊന്നും ചേർക്കാണ്ട് അവരെ വീട്ടിൽ തന്നെ നമുക്ക് കഴിയുന്ന ലാളിനെയൊക്കെ കൊടുത്ത് വീട്ടിൽ തന്നെ നിർത്തുക എന്നുള്ള ആ രീതിയാണ് ഞങ്ങൾ 2 പേരും തുടക്കം തൊട്ട് തന്നെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് കുട്ടികളായിട്ട് മാനസികമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ളത്. ഇപ്പോൾ ബോർഡിങ്ങിലൊക്കെ ആണെങ്കിൽ അത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല. കൂടെ നിർത്തിയതുകൊണ്ടാണ് മക്കൾക്കും ഒരു അറ്റാച്ച്മെൻറ്റ് ഞങ്ങളോടുള്ളത്, ഞങ്ങൾക്ക് തിരിച്ചുള്ളത്. പഠിപ്പിന് വേണ്ടി മാത്രം കുട്ടികളെ വിടുന്ന രീതി ശരിയല്ല. അവർക്ക് ഗാർഹികമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കണം, അതോടൊപ്പം തന്നെ പഠിക്കാനുള്ള ചാൻസും ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ നല്ലൊരു വിദ്യാഭ്യാസ രീതിയുള്ളത് ഈ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നമ്മുടെ സ്റ്റേറ്റിലും ഉണ്ട് കേട്ടോ, നല്ല സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളെപ്പോഴും കൂടെ നിർത്തി പഠിപ്പിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് സ്നേഹം കിട്ടുകയുള്ളൂ. അങ്ങനെ സ്നേഹം കിട്ടിയാൽ മാത്രമേ വഴി തെറ്റാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ബോർഡിങ്ങിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ വഴി തെറ്റാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ കുട്ടികളെ പിന്തിരിപ്പിക്കുന്നത് മാതാപിതാക്കളൊപ്പമുള്ള താമസം തന്നെയാണ്. അതാണ് ഞാൻ ഇന്ന് ഞാൻ അഭിപ്രായക്കാരനാണ്. സർ, പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇപ്പം ഒരു രാഷ്ട്രീയക്കാരനെ നമ്മൾ ജയിപ്പിച്ചു വിട്ടു, MLA MP എന്താണെങ്കിലും നമ്മൾ ജയിപ്പിച്ചു വിട്ടു. പിന്നെ ആ നാട്ടിൽ ഇപ്പോൾ ഒരു പൈപ്പ് പൊട്ടി, അവിടെ ഒരു കട ഉദ്ഘാടനം വന്നു. അവിടെ എന്ത് പരിപാടി വന്നാലും, അത് പാല് കട എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഈ ആളെ വിളിക്കും. ആ സമയത്തെല്ലാം വരാൻ പറ്റണമെന്നില്ല. പക്ഷെ അങ്ങനെ വരാതിരിക്കുന്ന സമയങ്ങളിൽ അത് പരാതിയായി മാറുകയാണ്. ഈ പരാതി പല മാനങ്ങളായി, അതിനെക്കുറിച്ച് ഒരു ചർച്ചയായി, ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ കണ്ടിട്ടില്ല എന്നുള്ള സംസാരങ്ങളായി അങ്ങനെയെല്ലാം എത്തി. ആ ഒരു മനോഭാവം അങ്ങനെ എല്ലാത്തിനും, ഈ പറഞ്ഞ ഉദ്ഘാടനങ്ങൾക്കും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കും ഓടിയെത്തണമെന്നുള്ളൊരു മനോഭാവം ജനങ്ങൾ മാറ്റണം എന്ന് സാറിന് തോന്നുന്നില്ല? അതിപ്പോൾ എല്ലാത്തിനും ജനപ്രതിനിധികൾ തന്നെ വേണമെന്നൊരു വാശിയുടെ ആവശ്യമില്ല.
എന്ത് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ MLA വേണം, MP വേണം. അങ്ങനത്തെ ഒരു പിടിവാശിയുടെ ആവശ്യമില്ല. കാരണം ഒരാൾക്ക് എത്ര ഉദ്ഘാടനം ചെയ്യാൻ പറ്റും ഒരു ദിവസം? ഇങ്ങനെ ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്താൽ മാത്രം മതിയോ? ഇതൊക്കെ ഒരു 5 വർഷം കാലാവധി കഴിയുമ്പോൾ പത്രക്കാരും ജനവും ചോദിക്കുന്നത് 5 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്തു ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി? അതല്ലാതെ ഞാൻ ഇത്ര കല്യാണങ്ങൾക്ക് പങ്കെടുത്തു, ഇത്ര മരണങ്ങൾക്ക് പങ്കെടുത്തു എന്നുള്ളതല്ല, അതല്ലല്ലോ നേട്ടം. ആ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി എന്ത് ചെയ്തു? അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള അവർക്കുള്ള സന്ദർഭം ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ ഈ അനാവശ്യമായിട്ടുള്ള ജോലികളിൽ നിന്നും അവരെ മാറ്റി നിർത്തണം. ഈ പറഞ്ഞ പോലെ ഒരു 4 മുട്ടായി വെക്കുന്ന ഒരു കട, അത് ഉദ്ഘാടനം ചെയ്യാൻ ഇന്നാൾ വേണം, അങ്ങനെ വാശി പിടിക്കുന്നത് ശരിയല്ല. അതിന് അതിൻ്റേതായുള്ള രീതിയുണ്ടല്ലോ. അതിനല്ലേ പഞ്ചായത്ത് അംഗങ്ങൾ മുതൽ എത്ര ജനപ്രതിനിധികളുണ്ട് നമ്മുടെ നാട്ടിൽ? പഞ്ചായത്ത് മെമ്പറുണ്ട്, മുനിസിപ്പൽ കൗൺസിലറുണ്ട്, ഇതെല്ലാം മുനിസിപ്പൽ ചെയർമാനുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇവർക്കെല്ലാം വീതം വെച്ച് കൊടുക്കുകയല്ലേ നല്ലത്. എന്നാൽ പിന്നെ ഓരോരുത്തർക്കും ജോലി ഭാരം കുറയുമല്ലോ. അതിന് വരെ എല്ലാം കൂടെ ഒരാൾ സർജറി നടത്തേണ്ട ആൾ തന്നെ മറ്റേ പരിക്ക് പറ്റിയിട്ട് മരുന്ന് വെച്ച് കെട്ടാനും കൂടെ നിന്നാൽ രണ്ട് രംഗത്തും ഫെയിലിയർ ആയിപ്പോകും. അതെ. എന്തെങ്കിലും പ്രശ്നം വന്നു, ചേരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് വെട്ടായി, കുത്തായി, ആകപ്പാടെ അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ട് നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ചിന്തിക്കുമ്പോൾ. ഇപ്പോൾ യുവതലമുറ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴും ഇത്തരം കുറേ കാര്യങ്ങളാണ് അവരതിനെക്കുറിച്ച് കേൾക്കുന്നത്. ഈ ഒരു ചീത്തപ്പേര് മാറാനായിട്ടൊരു വലിയ വഴിയുണ്ടോ? അതെ, രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞ ആശയങ്ങൾ തമ്മിലുള്ള മത്സരമല്ലേ, അവിടെ എന്തിനാ സംഘർഷത്തിൻ്റെ ആവശ്യം? എന്താ? തർക്കങ്ങളുണ്ടെങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഈ മേത്ത് തൊട്ട് കളി ശരിയല്ല. സംസാരിക്കാൻ വേണമെങ്കിൽ വിമർശിക്കാം, പക്ഷേ ഈ മേത്ത് തൊട്ട് കളിക്കുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുക. എത്രയോ ആളുകൾ ഇപ്പോൾ രക്തസാക്ഷികളെന്ന് പറയും. അപ്പോൾ അവർക്ക് രക്തസാക്ഷികളായിക്കഴിഞ്ഞാൽ കുറേ നാൾ ആ പാർട്ടിക്കാർ അവരുടെ രക്തസാക്ഷി ദിനം ആചരിക്കും, പക്ഷേ കുടുംബം വഴിയാതാരാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സംഘർഷങ്ങളാണ് എപ്പോഴും രാഷ്ട്രീയത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നത്. സംഘർഷങ്ങൾ ആരും നടത്തിയാലും ശരിയല്ല. അതുപോലെ സംഘർഷങ്ങൾ വരുമ്പോൾ പിന്നീട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ ചർച്ച ചെയ്യാവുന്നൊരു കാര്യം, നേതാക്കന്മാർ സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. പക്ഷേ രണ്ടണികളും, പ്രതിപക്ഷവും ഭരണപക്ഷവും ആണെങ്കിലും, നിങ്ങൾ മുകളിലിരിക്കുന്നവരെല്ലാവരും ഭയങ്കര കൂട്ടാണ്, അണികളാണ് പെട്ടുപോകുന്നത്, അങ്ങനെ ഒരു ചീത്ത. അല്ല, അതിന് ഞാൻ പറയുന്നത് അണികളും തമ്മിൽ സംഘർഷം നടത്തണം ആരെങ്കിലും പറയൂ? ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. നമുക്ക് എന്തെങ്കിലും സംഘർഷത്തിൻ്റെ വിഷയം വന്നാൽ തന്നെ അത് പരിഹരിക്കാമല്ലോ. പിന്നെ ഞാൻ പറയുന്നത് നേതാക്കളും അണികളും തമ്മിലൊരു വ്യക്തിബന്ധത്തിന് എന്താ തടസ്സം? എന്തിനാ തടസ്സം? ഞാൻ പറഞ്ഞല്ലോ, അവരെ സ്വത്തുകാർക്കല്ലല്ലോ. ഇപ്പം ഞാനും മുഖ്യമന്ത്രിയായിട്ട് എന്തായാലും സ്വത്തുകാർക്കുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ ഭരണരീതി, അതിന് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചില കാര്യങ്ങൾ വിമർശിക്കും. അപ്പോൾ അങ്ങനെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ എന്തിനാണ് മുഖ്യമന്ത്രിയുമായിട്ട് വ്യക്തിപരമായിട്ട് വിരോധത്തിന് അവിടെ പ്രസക്തിയില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വിമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭരണത്തിനെയാണ്, അദ്ദേഹത്തിൻ്റെ ഭരണരീതിയെയാണ്, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നടപടിയെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. അല്ലാതെ പിണറായി വിജയൻ എന്ന വ്യക്തിയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഞങ്ങളുടെ സ്വത്തും അപഹരിച്ചിട്ടില്ല, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വത്തും അപഹരിച്ചിട്ടില്ല. പിന്നെ ഇതിനാ തർക്കം എന്തിനാ? അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ അതുണ്ട്, പക്ഷേ രാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള നയങ്ങളുണ്ട്. ഇപ്പം സാറ്, ഞാൻ കേട്ടു സാർ പറഞ്ഞു 2026 സാറിന് നിയമസഭയിൽ സാറ് മത്സരിക്കുന്നില്ല, 2029 ആകുമ്പോൾ ലോക്സഭയിലാണ് സാറിനി മത്സരിക്കുന്നുള്ളൂ, അങ്ങനെ ഒരു തീരുമാനം. കാരണം ഒരു 5 വർഷം മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു. അതെല്ലാ കാര്യം തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. ഇനി പാർലമെൻറ്റിൽ മത്സരിക്കണോ, അസംബ്ലിയിൽ മത്സരിക്കണോ, അത് മത്സരരംഗത്ത് മാറി നിൽക്കണോ, എല്ലാത്തിനും ഒരു മാനസികമായിട്ട് ഒരു തയ്യാറെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇനി അങ്ങനെ നമ്മളൊരു 2029 നമ്മൾ മത്സരിക്കുന്നതെങ്കിൽ സാറിനെ ഞാൻ ഏത് മണ്ഡലത്തിലാണ് നോക്കേണ്ടത്? എവിടെയായിരിക്കും സാറിനെ കാണാൻ പോവുക? അല്ല, അതിപ്പോൾ ഒഴിവ് വരുന്നതും കൂടെ നോക്കണ്ടേ? പക്ഷെ ഒരു പേഴ്സണൽ ഒരു ഇഷ്ടം അങ്ങനെയില്ലേ? അല്ല, ഞാനിപ്പോൾ ഇപ്പം ഞാൻ സെറ്റിൽ ചെയ്തിട്ടുള്ളതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും തിരുവനന്തപുരം കേന്ദ്രമാക്കിയിട്ടാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ ആണ് ജനപ്രതിനിധിയാവാൻ ഒരു അവസരം കിട്ടിയാൽ അത് പാർട്ടി തീരുമാനിക്കണം. ഈ ജില്ലയിൽ നിന്നാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. നാട്ടിൽ വളർന്ന് പഠിക്കണം, കുട്ടികൾ നാടറിഞ്ഞ് പഠിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ രീതി, ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, ആ ഒരു വിദ്യാഭ്യാസ രീതിയിൽ ഞാൻ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പൊളിറ്റിക്സ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം പല കത്തിക്കുത്തുകൾ, പ്രശ്നങ്ങൾ, ചെറിയ പ്രായത്തിൽ പൊളിറ്റിക്സ് വേണ്ട. പക്ഷേ ഒരുപാട് അവബോധം നമ്മുടെ സിലബസുകളിലേക്ക് ഇനിയും കൊണ്ടുവരണമെന്ന് സാറിന് തോന്നുന്നില്ല? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്
ചരിത്രം പഠിക്കാനുള്ള അവസരങ്ങൾ കുറവ്. ആ. അതൊരു തെറ്റായിട്ടുള്ള സമീപനമാണ്. കാരണം ഇനി കുറേ കഴിഞ്ഞാൽ എന്താണ് സ്വാതന്ത്ര്യ സമരം എന്ന് പോലും ആർക്കും അറിയാത്തൊരു സാഹചര്യം വരും. ഗാന്ധിജിയുടെ പ്രാധാന്യം പോലും അറിയില്ല. ഇപ്പോൾ തന്നെ ഗാന്ധിജിയോട് 1000 നോട്ടിൽ കാണുന്ന ഗാന്ധിജിയോടുള്ള ബഹുമാനം 10 രൂപ നോട്ടിലെ ഗാന്ധിജിയോട് ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ ചരിത്ര പഠനത്തിലുള്ള നമ്മുടെ പോരായ്മയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ചില സംഘർഷങ്ങളുണ്ടല്ലോ. ഇപ്പോൾ വൈസ് ചാൻസലറും ചാൻസലറുമായിട്ടുള്ള സംഘർഷം, ഗവൺമെൻറ്റും ചാൻസലറുമായിട്ടുള്ള വഴക്ക്, ഇവയിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് പറയുമ്പോൾ ഞാൻ പറയും കുട്ടികൾ തോറ്റു എന്ന് പറയും. കാരണം കൃത്യസമയത്ത് പരീക്ഷ നടക്കാത്ത അവസ്ഥ. ഇതൊക്കെ എന്തിൻ്റെ പേരിലാണെങ്കിലും ഒഴിവാക്കേണ്ടതാണ്. ഏത് കക്ഷി ഭരിക്കട്ടെ, അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് ഏത് പാർട്ടി ഭരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ അതിൻ്റെ പേരിൽ നടക്കുന്ന സംഘർഷങ്ങൾ, എനിക്ക് സത്യത്തിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇന്നുണ്ടാകുന്ന സംഘർഷങ്ങളെ ഞാൻ വളരെ ദുഃഖിക്കുന്ന ഒരാളെ രക്ഷിതാവ് എന്നുള്ള നിലയിൽ. കാരണം ആ കുട്ടികൾക്ക് ഇപ്പോൾ പരീക്ഷ നടക്കുന്ന അറിയാൻ പറ്റില്ല, പിന്നെ റിസൾട്ട് വന്നാൽ ഒപ്പുവയ്ക്കാൻ ഈസിയില്ല. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ പഠന രീതിയെ ബാധിക്കും. ഇപ്പോൾ തന്നെ പല വീടുകളും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു വീട്ടിൽ മരണം ഉണ്ടായാൽ, പണ്ടൊക്കെ ഒരു സങ്കല്പമുണ്ട്, ഒരു മരണം നടന്നാൽ നേരത്തോട് നേരാകുമ്പോഴേക്കും സംസ്കാരം നടത്തണമെന്നത്. ഇപ്പം അതിന് കഴിയാത്ത അവസ്ഥയുണ്ട്. കാരണം മക്കളൊക്കെ പുറത്താണ്, വിദേശത്താണ്. അവർ വരുന്നവരെ ഈ ബോഡി മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ശൈലി വന്ന ഒരു മാറ്റമാണ്. എനിക്ക് തോന്നുന്നത് കൂടുതൽ തൊഴിലവസരങ്ങളും കൂടുതൽ പഠന സൗകര്യങ്ങളും കേരളത്തിലുണ്ടായാൽ തീർച്ചയായിട്ടും അവരെയൊക്കെ കഴിയുന്ന ആളുകൾ കേരളത്തിൽ തന്നെ നിന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറയണ്ടല്ലോ എന്തിനാ മക്കളെ വിദേശത്ത് അയക്കുന്നതായിരിക്കും. ചിലപ്പോൾ അവർ ഇഷ്ടപ്പെട്ട് അയക്കുന്നതല്ല, കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കേണ്ട ചുമതല നമുക്കൊക്കെ ഉണ്ട്. ശരി, പറഞ്ഞൊരു കാര്യം, വിദേശത്തുള്ള ഒരുപാട് ആളുകളുമായിട്ട് എൻ്റെ കുടുംബത്തിലും ഒരു 90% പേരും എനിക്ക് തോന്നുന്നു വിദേശത്താണ്, പുതിയ തലമുറ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ തൊഴിലവസരങ്ങൾ, 2 നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല. നിയമങ്ങൾ സ്ട്രിക്റ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ശിക്ഷകൾ നോട്ട് ഇനഫ്. അപ്പം IPC മുതൽ അതിൽ മാറ്റങ്ങൾ വരുത്തണം. അതുപോലെ വേണ്ട രീതിയിൽ അല്ല നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത്. പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും എന്നുള്ളൊരു സിസ്റ്റത്തിലാണ്. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിൽക്കാൻ താല്പര്യമില്ല. പൊട്ട റോഡുകളിലൂടെ വണ്ടി ഓടിക്കാൻ താല്പര്യമില്ല. എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തത്തിൽ അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആസ് പൊളിറ്റീഷ്യൻസ് ശരിക്കും മാറി മാറി വരുന്ന ഈ പാർട്ടികൾ, ശരിക്കും നിങ്ങളല്ലേ അതിലൊരു വലിയ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്, കൂടുതൽ അവസരങ്ങളും. തീർച്ചയായിട്ടും അതിനാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണല്ലോ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഞങ്ങൾ പറയുന്നത് ഈ സംഘർഷങ്ങൾ ഒഴിവാക്കണം. ഈ ഗവൺമെൻറ്റും ഗവർണറുമായിട്ട് വഴക്കിൻ്റെ പേരിൽ കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ ഗവർണർ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ അതിന് സ്വാഗതം ചെയ്തതാണ്, മറ്റൊന്നും കൊണ്ടല്ല. അങ്ങനെയെങ്കിലും മഞ്ഞുരുകി ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം എന്നുള്ള ചിന്താഗതി. പക്ഷേ അതുണ്ടാവുന്നില്ല. അപ്പോൾ അതിൽ ഭരിക്കുന്നവരും ശ്രദ്ധിക്കണം, അതിൽ ഇടങ്കോലിടാതെ പ്രതിപക്ഷവും ശ്രദ്ധിക്കണം. ഞങ്ങൾ ശ്രദ്ധിച്ചാണ് നീങ്ങുന്നത്. ഭരണകക്ഷി അതുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ അവസ്ഥ മാറ്റിയെടുക്കാൻ കഴിയും. ഈ അവസ്ഥ സത്യം പറഞ്ഞാൽ ഒരു ദുരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിൽ. കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുന്നതിലല്ല, പിന്നീട് അവരുടെ അടുത്ത തലമുറക്കാർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. അതൊക്കെ വല്ലാത്തൊരു ഇതാണ്. ഇപ്പോൾ അമേരിക്കയിൽ പോകുന്നത്, ഗൾഫിൽ കുഴപ്പമില്ല, കാരണം ഗൾഫ് നമ്മുടെ നാട് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് നേരെ വരും. കാരണം ആ കൾച്ചറിൽ, കേരളത്തിൻ്റെ കൾച്ചറിൽ തന്നെയാണ് ഗൾഫിലാണെങ്കിലും വളരുന്നത്. പക്ഷേ അമേരിക്കയിൽ ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ അങ്ങനെയല്ല, അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അങ്ങനെയല്ല. പിന്നെ അവർ നമ്മുടെ നാട്ടിലേക്ക് വരാത്ത അന്തരീക്ഷം ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രീസ് വരാത്ത? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അതാണ് അനാവശ്യമായിട്ടുള്ള സമരങ്ങളും അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ നമ്മുടെ സംസ്ഥാനത്തിനെ പുറകോട്ടടിക്കുന്നുണ്ട്. അതൊരു വാസ്തവമാണ്. ഇപ്പോൾ വ്യവസായ രംഗത്താണെങ്കിലും വാണിജ്യ രംഗത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ മർമാണിയുടെ സ്ഥിതിയാണ് നമ്മളെ സംബന്ധിച്ച്. മർമാണിക്കുണ്ട്, എവിടെ തൊട്ടാലും മർമാണി വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് എല്ലാം സംശയമുള്ളതുകൊണ്ട് ഒരു കാലത്തും കാര്യങ്ങൾ നടപ്പാവാത്ത സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. പിന്നെ മാത്രമല്ല, നമുക്ക് മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, ഒരുപാട് കേരളത്തിനേക്കാൾ എത്രയോ വലിയ ചാനലുകൾ കേരളത്തിലുണ്ട്. കേരളം ചെറിയ സംസ്ഥാനമാണ്. ചാനലിൻ്റെ കൂട്ടത്തിൽ വലിയൊരു ചാനലുണ്ട്. അതായത് ഓരോ ചാനലുകളുണ്ടല്ലോ, വ്യത്യസ്ത ചാനലുകളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും ചെറിയ പോയിന്റ് വന്നാൽ, ഒരു ദിവസം വാർത്തയൊന്നും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ നോക്കും.
ഒരു സ്ഥലത്ത് ഒരു യൂണിറ്റ് തുടങ്ങാൻ പോകുന്നു, ഉടനെ അതിനെ പറ്റിയിട്ട് ആക്ഷേപങ്ങളാണ്. ഇത് രാഷ്ട്രീയക്കാരല്ല ഇപ്പോൾ കൂടുതൽ, ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ ചാനലുകൾ തമ്മിലുള്ള മത്സരങ്ങൾ കാരണം ഈ മത്സരങ്ങൾ കാരണം വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി അവരും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒന്നും നടക്കാത്ത അവസ്ഥയിലാണ് ഇവ കേരളത്തിൻ്റെ സ്ഥിതി. അതൊരു മാറ്റിയെടുത്തില്ലെങ്കിൽ ഭാവിയിൽ ദോഷമാണ്. കാരണം ഇനി ഗൾഫിൽ നിന്നുള്ള വരുമാനം ഉണ്ടാവില്ല, ഒരു പരിധി കഴിഞ്ഞു. ഇപ്പം ഗൾഫുകാർ തന്നെ, ഗൾഫിലെ ഭരണകർത്താക്കൾ തന്നെ അവിടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി, മെഡിക്കൽ കോളേജുകൾ തുടങ്ങി, സ്വദേശിവൽക്കരണവും തുടങ്ങി, അതും തുടങ്ങി. അപ്പോൾ ഇനി അവിടെ നിന്നുള്ള വരുമാനമില്ല, ഇനി നമുക്ക് പോകാൻ വേറെ വിദേശ രാജ്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ തന്നെ അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കുക. ആ കാര്യത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കണം. ഭരണപ്രതിപക്ഷ കക്ഷികൾ മാത്രമല്ല, മാധ്യമങ്ങളും കൂടെ അതിനെ സഹായിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ പറയും രണ്ടുപേരും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നുണ്ട്. അതാ പറയുന്നത്. അപ്പോൾ സംഘർഷം ഉണ്ടായിട്ട് എന്താ കാര്യം? സംഘർഷം ഒഴിവാക്കാൻ നോക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ പറഞ്ഞത് ചാനലുകളും തമ്മിൽ ഇക്കാര്യത്തിൽ മത്സരിക്കുക. ആസ് എ പൊളിറ്റീഷ്യൻ, പണ്ട് ഈ പറഞ്ഞ പോലെ പത്രങ്ങളിൽ രാവിലെ വരുന്ന ഒരു വാർത്തയെ നമ്മൾ കാണുന്നുണ്ടായിരുന്നുള്ളൂ, പിന്നെ ടി വിയിൽ ദൂരദർശനിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുള്ളൂ. സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പേര് പോലും കേൾക്കാത്ത A മുതൽ Z വരെയുള്ള എല്ലാ ചാനലുകളും നമുക്ക് ചുറ്റുമുണ്ട്. പേര് കേട്ട ചാനലുകളും ഇതിന് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ TRPക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ കാര്യങ്ങൾ വാർത്തകളാണ്, ചെറിയ വിവാദങ്ങൾ വലിയ വിവാദങ്ങളാണ്. ഇത് പൊളിറ്റീഷ്യൻസിനെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാറുണ്ടോ? സ്വാഭാവികമായിട്ട് അനാവശ്യമായി എന്തിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം എന്നൊരു ഫീലിംഗ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാർക്കും ഉണ്ടാവാറുണ്ട്. വെറുതെ എന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നത്, എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നുള്ള വിചാരം സ്വാഭാവികമായിട്ട് അവർക്കും ഉണ്ടാവാറുണ്ട്. അതുണ്ട്, അത് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ ഇമേജ് കോൺഷ്യസും ആവും, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പേടിക്കുകയും. ഞാനൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പേടിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. എനിക്കങ്ങനത്തെ, ഞാൻ എൻ്റെ ഇമേജിൻ്റെ തടവുകാരനല്ല. ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ എൻ്റെ ഇമേജിൻ്റെ തടവുകാരനല്ല. ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യാറുണ്ട്. അത് ഒരാൾ പോലും അങ്ങനെ ഭയക്കുകയാണെങ്കിൽ വികസനത്തിന് ബാധിക്കും, സ്വാഭാവികമായിട്ട് ബാധിക്കും. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും അലിഗേഷൻ ഉണ്ടാകുമെന്ന് പേടിച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പിതാവിന് അങ്ങനെയായിരുന്നില്ല, അദ്ദേഹം അങ്ങനെ ഭയപ്പെട്ടിരുന്നില്ല. ഗോ ഹെഡ് എന്നുള്ളൊരു വാക്ക് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ഉദ്യോഗസ്ഥന്മാരോട്. വ്യത്യാസം ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കാര്യത്തിൽ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അദ്ദേഹം സ്വന്തം സ്ഥാനം പോലും ഉപേക്ഷിക്കുന്നുള്ള ഫീലിംഗ് വന്നതുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ അത് എന്ത് പറഞ്ഞാലും കേൾക്കുന്നത്. നേരെ മറിച്ച് എല്ലാത്തിലും അവരെ കുറ്റപ്പെടുത്തിയാൽ പിന്നീട് അവർ നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരും ഭരണകർത്താക്കളുമായിട്ട് ഒരു പാലമുണ്ട്. ആ പാലം നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ നമ്മളെ തീരുമാനം എടുത്ത ഒരു കാര്യം നടത്തുന്നു, അതിൻ്റെ പേര് ദോഷം വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളെ ഏൽക്കണം, അതിനെ അവരെ ബലിയാടാക്കരുത്. അതാണ് ഞാൻ പറഞ്ഞ്, വികസനം നടക്കണമെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കണം. സർ, പലപ്പോഴും പൊളിറ്റിക്സിലൊരു റിട്ടയർമെൻറ്റ് ഏജിനെ കുറിച്ച് ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇത്ര വയസ്സ്, പ്രൈവറ്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അവർ പറയും അവർ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മതി എന്ന് പറഞ്ഞ് മാറി നിൽക്കാറുണ്ട്. പക്ഷെ ഒരു പൊളിറ്റീഷ്യനെ കുറിച്ച് പറയുമ്പം അങ്ങനെ ഒരു ഏജ് സ്പെസിഫിക്കലി പറയാറില്ല. പക്ഷെ ഒരു റിട്ടയർമെൻറ്റ് ഏജ് ഒരു പൊളിറ്റീഷ്യന് വേണം എന്ന് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ അത് മാറി നിൽക്കേണ്ടത് എപ്പോഴാണ് ഒരാൾ? മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് സമയമായി. അതല്ലാതെ വെറും വയസ്സ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ 101 വയസ്സിൽ മരിച്ച അച്യുതാനന്ദൻ മരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ സ്വന്തം വീട്ടിലെ ദുഃഖമായിട്ട് അതിനെ കാണാൻ കാരണം എന്താ? അദ്ദേഹം വയസ്സായതുകൊണ്ട് അദ്ദേഹം വീട്ടിലും ഉണ്ടായിരുന്നിട്ടുണ്ടോ? ചെറുപ്പക്കാരെക്കാൾ നന്നായിട്ട് ഓടി നടന്നിട്ടില്ലേ? അങ്ങനെ ഇപ്പോൾ എൻ്റെ പിതാവ്, അദ്ദേഹം ആക്സിഡൻറ്റ് പറ്റിയില്ലായിരുന്നു, ഒരുപക്ഷെ അദ്ദേഹം 105 വയസ്സ് വരെ ജീവിച്ചേനെ. ആ ജീവിക്കുന്ന കാലത്തൊക്കെ അത് നല്ല ആക്റ്റീവായിരുന്നു. അപ്പോൾ അവരൊക്കെ കോൺട്രിബ്യൂഷൻ ഒരു പ്രധാന ഘടകമാണ്. അവരുടെ വയസ്സ് നോക്കിയിട്ടല്ലല്ലോ, അവരുടെ കോൺട്രിബ്യൂഷനെയാണ് ജനം വിലയിരുത്തുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്, ഒന്ന് ജനങ്ങളുടെ അംഗീകാരം ഉണ്ടാവണം, മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം എത്തണം. അതെത്താൻ കഴിയാതെ വന്നാൽ റിട്ടയർമെൻറ്റ് സമയമായി. അല്ലാതെ വയസ്സ് മാത്രം നോക്കിയിട്ട് റിട്ടയർമെൻറ്റ് വേണമെന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. പല രാജ്യങ്ങളിലെയും നമ്മൾ പൊളിറ്റീഷ്യൻസിനെ എടുത്തു കഴിയുമ്പോൾ ഓഫ് കോഴ്സ് എക്സ്പീരിയൻസിന് സ്കൂളിലെ ഡിഗ്രി മാർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും വേണമെന്നില്ല, കോളേജ് ഡിഗ്രി വേണമെന്നില്ല. പക്ഷെ പലപ്പോഴും ഒരു വിരോധാഭാസം പോലെ തോന്നുന്നൊരു കാര്യമാണ്, വേറെ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ വളരെയധികം പഠിച്ച പൊളിറ്റീഷ്യൻസ് അവർക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേസിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു നിർബന്ധമില്ല. അപ്പം കുറച്ചും കൂടെ നമ്മളൊരു ഫീൽഡ് ഇന്നയാൾ അതിലെ ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ അയാൾ അതിനെക്കുറിച്ച് ഏറ്റവും അറിവുള്ള ഒരാളും കൂടി ആയിരിക്കണം.
ഒരു കുറച്ച് അങ്ങനത്തെ ഒരു കാര്യം കൂടി ഇല്ലേ? അല്ല, പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടാവണം. അല്ലാതെ ഡിഗ്രി കൊണ്ട് കാര്യം. ഇപ്പം ഗ്രാജുവേഷൻ എടുത്തിട്ട് ലേബർ വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? തൊഴിൽ വകുപ്പ് ഡിഗ്രി ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷനാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റും. അത് സാധാരണ തൊഴിലാളികളായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. അപ്പോൾ തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ തൊഴിലാളികളുടെ മനോഭാവം കൂടെ അറിയുന്ന ഒരാളായിരിക്കണം. അത് വെറും ഡിഗ്രി കൊണ്ട് നടക്കില്ല. ഡിഗ്രി എന്നാൽ കോമൺ സെൻസോടെ പെരുമാറാനുള്ള കഴിവുണ്ടാവണം. അതല്ലാതെ ഡിഗ്രി എന്നുള്ളത് ഈ ഭരണകർത്താവാനുള്ള ഒരു ക്വാളിഫിക്കേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അനുഭവങ്ങളിൽ നിന്നാണ് പാഠങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന നേതാക്കൾ അച്യുതാനന്ദൻ എത്ര 7ാം ക്ലാസ് വരെ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ പിതാവ് സ്കൂൾ ഫൈനൽ വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അവർക്കൊക്കെയുള്ള പ്രായോഗിക ജ്ഞാനം പല ഡിഗ്രി എടുത്തിട്ടുള്ളവർക്കുണ്ടോ? രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എതിർപ്പുകൾ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് സ്വന്തം പാർട്ടിയിൽ നിന്നുണ്ടാവും, പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നുണ്ടാവും, ഇതിൽ നിന്നെല്ലാം ഉണ്ടാവും. ചിരിച്ച് നേരിടുക എന്ന് പറയുന്നത് പുറത്ത് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ പേഴ്സണൽ കാര്യങ്ങളാണ്. നമുക്ക് പൊളിറ്റിക്സിലോട്ട് ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വരേണ്ട കാര്യം വരാറില്ല. പേഴ്സണൽ വരുമ്പോൾ നമ്മുടെ മുഖം മാറും. എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിവതും ചിരിച്ച് നിൽക്കാൻ നോക്കിയാലും വിട്ടുപോകും. ചില സമയങ്ങളിൽ ആ ചിരി വരത്തില്ല. പക്ഷെ അങ്ങനെ ചിരിച്ച് നേരിടാൻ പറ്റണം എന്നുള്ളതാണ്. അത് ഞാൻ സാറിൻ്റെ കാര്യം ചോദിക്കാം. ഇങ്ങനത്തെ എതിർപ്പുകൾ വരുമ്പോൾ സാർ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നേരിടുക. അത് ചിരിക്കേണ്ട സ്ഥലത്ത് ചിരിക്കുക, എന്താ പറയേണ്ടത്, കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളിക്കുക. അതൊക്കെ ഒരു പ്രത്യേക ശൈലിയാണത്. അത് ഞാൻ പിന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാള് രമേശ് ചെന്നിത്തല സാറാണ്. ചിരിച്ച് നേരിടാനായിട്ടുള്ള അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവാണ്. സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് അല്ല, അത് പറയാം, അദ്ദേഹത്തിൻ്റെ ശൈലി അതാണ്. എൻ്റെ ശൈലി വേറെയാണ്, VD സതീശൻ്റെ ശൈലി വേറെയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ശൈലിയുണ്ട്. നമ്മൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സാറിനെ ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മുഖമൊക്കെ കണ്ട് ചിരി കാണുമെങ്കിലും നേരിട്ട് വരുന്നവരെ നമുക്കൊരാളെ മനസ്സിലാവില്ലല്ലോ. എൻ്റെ മനസ്സിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചറായിരുന്നു. നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇത്രയും വലിയ ലീഡറുടെ മകൻ, അദ്ദേഹം പൊളിറ്റിക്സിൽ പോകുന്നു, അപ്പം ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലെ പിക്ചർ അല്ല ഞാൻ ഇറങ്ങുന്ന സമയത്തുള്ള പിക്ചർ. അപ്പോൾ സാർ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി അങ്ങോട്ടാണെങ്കിലും സാർ പറഞ്ഞ പോലെ ആഗ്രഹിക്കുന്ന പോലെ ഇപ്പോൾ പാർട്ടി പറയുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ സാറിനെ 2029 തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഒരുപാട് നന്ദി. താങ്ക് യു.